2005 ഏതൻസ് എയർപോർട്ടിന് മുകളിൽ ഒരു വിമാനം മണിക്കൂറുകളായി വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. താഴെ കൺട്രോൾ റൂമിൽ നിന്ന് ആ പൈലറ്റിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു മറുപടിയില്ലായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് കരുതി ഗ്രീക്ക് ഗവൺമെന്റ് 2 ഫൈറ്റർ ജെറ്റിനെ അങ്ങോട്ടേക്ക് അയച്ചു. വിമാനത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ. ഉള്ളിലേക്ക് നോക്കിയ ഫൈറ്റർ ജെറ്റ് പൈലറ്റുമാർ ശരിക്കും ഞെട്ടിപ്പോയി. വിമാനത്തിലുള്ളവരെല്ലാം ബോധമില്ലാതെയാണ് കിടക്കുന്നത്. ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ താഴേക്ക് വീണിട്ടുണ്ട്. അതുകൂടാതെ പൈലറ്റിനെ സീറ്റിൽ കാണാനുമില്ല. അടുത്തുണ്ടായിരുന്ന കോ പൈലറ്റ് ആവട്ടെ കൺട്രോൾ ബോർഡിന് മുകളിൽ തലചായ്ച്ച് കിടപ്പുണ്ട്. അതായത് വിമാനം വെറും കോ പൈലറ്റ് മോഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ വിമാനം പുറപ്പെടുന്നതിന് തലേ ദിവസം രാത്രി ഗ്രൗണ്ട് എഞ്ചിനീയർമാർ വിമാനത്തിലെ പ്രഷർ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് ഓട്ടോയിൽ നിന്ന് മാനുവലാക്കി മാറ്റിയിരുന്നു. പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞിട്ടും ആ സ്വിച്ച് മാനുവലിൽ നിന്നും ഓട്ടോയിലേക്ക് മാറ്റാൻ അവർ മറന്നുപോയി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മുകളിലേക്ക് എത്തിയപ്പോൾ പ്രഷർ കുറഞ്ഞു തുടങ്ങി. അവർക്ക് ഒരു വാർണിംഗ് ബെല്ലും കേട്ടു. പക്ഷെ അവർ കരുതിയത് അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു ഗ്ലിച്ച് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരത് വകവച്ചില്ല. അങ്ങനെ ഓക്സിജൻ കിട്ടാതെ എല്ലാവരും തന്നെ അബോധാവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോഴാണ് ഫൈറ്റർ ജെറ്റ് പൈലറ്റുമാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കോക്പിറ്റിൽ ആരോ ഒരാൾ നടക്കുന്നുണ്ട്. അത് ആൻഡ്രൂസ് എന്ന 25 വയസ്സുള്ള ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു. പുള്ളി എങ്ങനെയൊക്കെയോ ഈ പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ യൂസ് ചെയ്ത് ബോധം പോകാതെ രക്ഷപ്പെട്ടതായിരുന്നു. ഒരു ട്രെയിനി പൈലറ്റ് കൂടിയായ ആൻഡ്രൂസ് വിമാനം കൺട്രോൾ ചെയ്യാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ഇന്ധനം തീർന്ന് 2 എഞ്ചിനുകളും ഓഫായി കഴിഞ്ഞിരുന്നു. ഇനിയൊരു രക്ഷപ്പെടൽ സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ ആൻഡ്രൂസ് ഒടുവിൽ വിമാനം ജനവാസ മേഖലയിൽ വീഴാതിരിക്കാൻ ആ വിമാനത്തെ മലനിരകളിലേക്ക് തിരിച്ചുവിട്ടു. വിമാനം തകർന്ന് ഉള്ളിലുണ്ടായിരുന്ന 121 പേരും മരിച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അവരൊരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തിയത്. അതായത് ഈ അബോധാവസ്ഥയിലിരുന്ന ആളുകൾ ആരും തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മലയിൽ ഇടിച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരും മരിച്ചത്. വെറും ഒരു ചെറിയ സ്വിച്ചിന്റെ അശ്രദ്ധ കാരണം 121 മനുഷ്യരുടെ ജീവിതമാണ് അവിടെ ഇല്ലാതായത്. ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഈ ഗോസ്റ്റ് ഫ്ലൈറ്റ് അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് മുഖേന അറിയിക്കുക. ഇതുപോലുള്ള നിങ്ങളിൽ എത്തിച്ചേരാത്ത പല സംഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ.